ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഡ്രീം കേക്കില്ലേ, അത്രയും അതുപോലെ അല്ലെങ്കിലും അതേ ടേസ്റ്റും അതേ ഒരു എന്താ പറയുക, അത്രയും നല്ല റിച്ച് ആയിട്ടുള്ളൊരു പുഡിംഗ് ആട്ടാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ഡ്രീം കേക്ക് പുഡിംഗാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് മുഴുവനായിട്ടും മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ല നിങ്ങൾക്ക് മുഴുവനായിട്ട് പഞ്ചസാരയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത്. അത് ഒരു 2 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഇത് മിൽക്ക് ചോക്ലേറ്റ് ചിപ്സാണ്. ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാൻ പറഞ്ഞ ഇത് നമ്മൾ ഒറിജിനൽ ഡ്രീം കേക്കിൻ്റെ നമ്മൾ നട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണില്ല. ഒരു സാധാരണ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പുഡിംഗ്, അതായത് ചോക്ലേറ്റ് ഡ്രീം കേക്കാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. നമ്മളിതൊരു ഇൻസ്റ്റൻറ്റ് കേക്കില്ലേ, നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് കേക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, ആ ഒരു കേക്ക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലപോലെ തിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ 2 ട്രേയിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇതുപോലത്തെ നമ്മളുടെ കേക്കിൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കേക്ക് ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ വാനില കേക്കാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അതിങ്ങനെ ഓരോ ഇതിനനുസരിച്ച് നമ്മൾ ആ ഷേപ്പിനനുസരിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഞാൻ 2 ട്രേയിലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും അങ്ങനെ വെച്ച ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാകും. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഇത്തിരി പാലും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇത് ഈ ഒരു മിക്സ്ചർ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 2 ടേബിൾ സ്പൂൺ പാലും. ഇത് നമ്മൾ ഈ കേക്കില്ലേ, നമ്മൾ ചെയ്ത കേക്കിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പം. അതൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് പാല് മാത്രമായിട്ടും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കോഫീൻ്റെ മിക്സ്ചർ വെച്ചിട്ടും ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. പക്ഷേ ഇതുപോലെ മിൽക്ക് മെയ്ഡ് വെച്ച് ചെയ്യുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല സോക്കായിട്ട് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഞാൻ മറ്റേതും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ ഒരു ട്രേയിലും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഈ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഈ ചോക്കോ ചിപ്സൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് കട്ടിയാക്കി എടുക്കണ്ട, എന്നാൽ കുറച്ചൊരു തിക്നെസ്സോടെ കൂടെ കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ ഇതിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും, അതായത് കേക്ക് എനിക്ക് തികയാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ്, ഈ ബോർബൺ ബിസ്ക്കറ്റില്ലേ അതും മറ്റേ കേക്കും കൂടെ, ആദ്യം ഞാൻ ഈ ബോർബൺ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഒരു ലെയർ പോലെ ആക്കിയതാട്ടോ. രണ്ടും ചെറിയൊരു ചേഞ്ചിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ കേക്ക് തികയാതെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കഷ്ടിച്ച് നമ്മൾ തികയ്ക്കുന്നതല്ല, അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് ഇതുപോലെ ഈ ഒരു കേക്ക്, ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ബോർബൺ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ മേലെ ഈ ഒരു കേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ മിൽക്ക് മെയ്ഡില്ലേ അത് സോക്ക് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. പക്ഷെ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ശരിക്കും ഉണ്ട്. കാരണം അത് സോക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അത് ഞാൻ മറന്നു പോയതാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മിൽക്ക് മെയ്ഡും ആ പാലും കൂടെയുള്ള മിക്സ്ചർ ചെയ്യണം. ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഞാൻ ആ ചോക്കോ ചിപ്സ് ഒരുപാട് മെൽറ്റാക്കി എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അത് മെൽറ്റാക്കണമെങ്കിൽ മെൽറ്റാക്കാം കേട്ടോ. ഞാൻ നമ്മുടെ ഡ്രീം കേക്കിൽ നമുക്ക് നട്ട്സ് കടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പകരമായിട്ട് ഞാൻ ഈ ചോക്കോ ചിപ്സ് അങ്ങനെ ഒരുപാട് മെൽറ്റാക്കി എടുത്തിട്ടില്ല. നമ്മുടെ ആ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു
കളറാക്കാൻ വന്നിട്ടില്ല. ഇനി ഇത് രണ്ടും അവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റാം കേട്ടോ. ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഉണ്ടാക്കണം. അപ്പോൾ അതാ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും കൊണ്ട് നമുക്ക് ഈ ഗണാഷ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഡാർക്ക് ചോക്ലേറ്റില്ലേ അത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചോക്ലേറ്റ് തണുക്കാൻ വേണ്ടി വെക്കരുത് കേട്ടോ. ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ചോക്ലേറ്റ് കട്ട പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് വേഗം ഇതിലേക്ക് ആ ചൂടോടുകൂടി തന്നെ നമ്മുടെ പുഡിംഗ് ട്രൈയിലേക്ക് തന്നെ അത് മാറ്റി ഒഴിക്കട്ടെ. ഞാൻ രണ്ടിലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അതായത് അത് കട്ട പിടിക്കാതെ വേഗം അതൊന്ന് സൈഡാക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കോക്കോ പൗഡർ ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ എടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഒരുപാട് ഇടണ്ട. ജസ്റ്റ് ആ ഇത് കളറൊന്ന് കാണാത്ത രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് രണ്ടിലും അങ്ങനെ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് സംഭവങ്ങളൊന്നും ചേർക്കാത്ത എന്നാൽ ഡ്രീം കേക്കിനെ പോലെ തന്നെ അത്രയും ടേസ്റ്റായിട്ടുള്ള കിടിലൻ ടേസ്റ്റാണ്. നല്ല അടിപൊളി ഫ്ലേവറാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഡ്രീം കേക്ക് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻറ്റും ഉണ്ടാവില്ല. പിന്നെ നട്ട്സിൻ്റെ ആ ഒരു പോർഷൻ മാത്രമാണ് അതിൽ ഒരു കുറവായിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.